أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉലമാക്കളെ, സഹപാഠികളെ, ജംഉൽ ജവാമിയുടെ 51ാമത്തെ ക്ലാസ്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അല്ലഫുള്ളു, ലഫുള്ളാകുന്നത്. എങ്ങനത്തെ ലഫുള്ള്? അൽ മുസ്തഅമലു, ഉപയോഗിക്കപ്പെടുന്നത്. എവിടെ? ഒരു മാനയിൽ. അപ്പോൾ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ലഫുള്ള്. ഇമ്മാ ഹഖീഖത്തുൻ ഫഖത്ത്, ഒന്നിരിക്കൽ ആ ഒരു മാനയിൽ അത് ഉപയോഗിക്കുമ്പോൾ ഹഖീഖത്താവും, അത്രമാത്രം. ഔ മജാസുൻ ഫഖത്ത്, അല്ലെങ്കിൽ പിന്നെ മജാസ് മാത്രമായിരിക്കും. അങ്ങനെ ഉണ്ടാവാം. ഒരു മാനയിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നിരിക്കൽ മജാസ് മാത്രം, അല്ലെങ്കിൽ ഹഖീഖത്ത് മാത്രം. ഇങ്ങനെ വരും. അതിന് ഉദാഹരണം കൽ അസദ്. അസദ് എന്ന് പറയുന്നൊരു പദം, അത് രണ്ടർത്ഥം ഉപയോഗിക്കാം. മജാസായിട്ടാകുമ്പോൾ മജാസ് തന്നെ, ഹഖീഖത്താകുമ്പോൾ ഹഖീഖത്ത് തന്നെ. അസദിനെ ഹയവാൻ മുഫ്തരിച്ച്, ആക്രമിക്കുന്നൊരു ജീവിക്ക് വെക്കുന്ന പേരാണ് അസദ്. അപ്പൊ എന്താവും? ഹഖീഖത്തായി. അപ്പൊ അതായത് ഹഖീഖത്ത് മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ അവര് റജുൽ ഷജാ, ധീരവാനായ ഒരു റജുലിന് വെക്കുക, അപ്പൊ പിന്നെ മജാസ് അതിൽ വരുള്ളൂ. ഇങ്ങനെ രണ്ടിലൊന്നേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഔ ഹഖീഖത്തും വ മജാസും, ഒരു മാനയിൽ അതിന് ഉപയോഗിക്കപ്പെടുന്ന പദം അത് ഹഖീഖത്തും മജാസും വരാം. ബിഇതിബാറിൻ, രണ്ട് പരിഗണന കൊണ്ട്. അപ്പൊ രണ്ട് പരിഗണന വെക്കുക. ആ നിലക്ക് ഹഖീഖത്തും മജാസും ഉണ്ടാവും. അതേതുപോലെ ആ ലഫ്ദിനെ വെക്കപ്പെടും പോലെ ലുഗത്തൻ, ലുഗത്തിൽ മാനൻ ആമിൻ, ഒരു ആമായ മാനക്ക് വെക്കുക ലുഗത്തില്. എന്നിട്ട് സുമ്മ ഖസ്സഹു ശറഉ, പിന്നീട് ശറഅ് ആ ഒരു ലഫ്ദിനെ ഒരു പ്രത്യേക മാനക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അവിൽ ഉർഫു, അല്ലെങ്കിൽ ഉർഫു ഉപയോഗിക്കുക. ബിനൗഇൻ മിൻഹു, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇനം കൊണ്ട്. ആമാണ്, ആമിൽ ഏതെങ്കിലും ഒരു ഇനം കൊണ്ട് ഉർഫോ ശറോ അതിനെ ഖാസാക്കി വരിക. അപ്പൊ ആദ്യം ഭാഷാപരമായിട്ട് ആമായി ഉപയോഗിക്കും. അപ്പൊ ഒരുപാട് മാന അതിലുണ്ടാവും. അതിൽ നിന്ന് ഒരു ഇനം എടുത്തിട്ട് പ്രത്യയമാക്കുക. ആ പ്രത്യയമാക്കുന്ന ആള് ശറോ അല്ലെങ്കിൽ ഉർഫോ ആയിരിക്കും. അപ്പൊ രണ്ട് വള്ളവ് വരും. ഒരു വള്ളവ് ഭാഷാപരമായിട്ട് ഹഖീഖത്ത്, മറ്റേ ശറ വെക്കുക അല്ലെങ്കിൽ ഉർഫ് വെക്കുക. ഇങ്ങനെ വരുമ്പോഴാണ് രണ്ട് പരിഗണന. ഈ രണ്ട് പരിഗണന കൊണ്ടാണ് ഒരു മാന ഉപയോഗിക്കപ്പെടുന്ന പദം ഹഖീഖത്തും മജാസും ആകുന്നത്. ഉദാഹരണം കസ്സൗമി, സൗമ് എന്ന് പറയും പോലെ. സൗമ് എന്നുള്ള പദം ബിൽ ലുഗത്തി, ഭാഷയിൽ സൗമിന്റെ അർത്ഥം എന്തിനുള്ളതാണ്? ഇംസാക്കി, പിടിച്ചു നിൽക്കുക, മൗനമായി നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നൊക്കെ ഭാഷയിൽ പറയാം. ഈ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന സൗമ് ഒരു ആമായൊരു മാനയാണ്. ഏതെല്ലാം കാര്യം തൊട്ട് പിടിച്ചു നിൽക്കുക അതിനൊക്കെ പറയാം സൗമ് എന്ന് പറയാം ഭാഷാപരമായിട്ട്. ശേഷം ഖസ്സഹു ശറഉ, ഇംസാക്കിന് വേണ്ടിയിട്ട് ലുഗത്തിൽ വെച്ച സൗമ് പോലെയാണ്. എന്നിട്ട് പിന്നെ ആ സൗമിനെ ശറ ഖാസാക്കി ബിൽ ഇംസാക്കിൽ മഅറൂഫി, ആ ഇംസാക്കിൽപ്പെട്ട ഒരു ഇനെടുത്തിട്ട് പ്രത്യേകമാക്കിയത് അറിയപ്പെട്ട ഇംസാക്ക് കൊണ്ട്. അപ്പൊ അറിയപ്പെട്ട ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാതം മുതൽ അസ്തമാനം വരെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ പിടിച്ചിക്കുക. അതാണ് ഇപ്പൊ പ്രത്യേകമായ ഇംസാക്ക്. ഈ ഇംസാക്കിനാണ് ശറ അവിടെ ഉപയോഗിച്ചത് പ്രത്യേകമായി. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ശറ വെച്ച് എന്ന അഭിപ്രായം വരുമ്പോ, പരിഗണന വരുമ്പോ മജാസ്, ലുഗത്ത് വെച്ച് വരിക്കുമ്പോ എന്താകും? ഹഖീഖത്ത്. ഇങ്ങനെ രണ്ടും വരാലോ സൗമില്. ദാബത്തി, വേറൊരു ഉദാഹരണം കൂടി കാണിക്കാൻ. ദാബത്ത് എന്നുള്ള പദം പോലെ ലുഗത്തി, ഭാഷാപരമായിട്ട് ദാബത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാ? ദി കുല്ലിമ യദുബു അലൽ അർളി, ഭൂമിയുടെ മുകളിലൊക്കെ നടക്കുന്നതിനൊക്കെ ദാബത്ത് എന്ന് പറയാം. അത് ആമായൊരു മാനയാണ്. ഹസ്സഹ, എന്നിട്ട് എന്ത് ചെയ്തു? ആ ദാബത്തിനെ പ്രത്യേകമാക്കിയെടുത്തു. ആര്? അൽ ഉർഫുൽ ആം, ഒരു ഉറുഫ് ആമ്, പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഉറുഫ്. ആ ഉറുഫ് ആമ് അതിനെ ഖാസാക്കി ബിദാത്തിൽ ഹവാഫിരി, കുളമ്പുടയതായ ജീവിയുണ്ട്. അപ്പൊ പശു, കാള, എരുമ, ആട് പോലത്തിനൊക്കെ മൃഗങ്ങൾ.
അപ്പൊ കുളമ്പുടയതായ ജീവിക്ക് മാത്രം പ്രത്യേകമാക്കി കൊണ്ടുവന്നു ഉറുഫ് ആമ് ഏത് ദാബത്തിനെ. ആ നിലക്ക് നോക്കുമ്പോ മജാസും ഭാഷാപരമായിട്ട് ദാബത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഹഖീഖത്തുൻ ആമായ മാനിയാണ്. അപ്പൊ ഈ രണ്ട് പടികളെ വെച്ച് നോക്കുമ്പോ എന്തായി ആമും കിട്ടും, അല്ല മജാസും ഹഖീഖത്തും വരാം. അഹ്ലുൽ ഇറാഖ്, അഹ്ലുൽ ഇറാഖുകാര് എന്താക്കി അറിയാമോ? പിന്നെ ദാബത്തിനെ പ്രത്യേകമാക്കിയത് ഫറസിനെ കൊണ്ടാണ് ഓല് പറയുന്നത് ദാബത്ത്. അതൊരു ഉർഫ് ഖാസാണ്. അപ്പൊ ആമായ ഒരു മായനയിൽ ഇപ്പൊ സോമൻ ഇംസാക്ക് ദാബത്തിന് ഇങ്ങനെയും ഭാഷ, ഈ ഭാഷ ആമായ ഒരു മായന. ഈ മായനയിൽ ഈ പദത്തെ ദാബത്ത് എന്ന പദത്തെയോ അല്ലെങ്കിൽ സോമി എന്ന പദത്തെയോ ഉപയോഗിക്കുന്നത് അത് ഹഖീഖത്തുൻ ലുഗവിയ്യത്തുൻ, ലുഗവിയായ ഹഖീഖത്ത് എന്ന് പറയാം. മജാദുൻ സറഈൻ, സറഈക്ക് വരുമ്പോ ആ പദത്തിന്റെ പേര് മജാദുൻ സറഈ അല്ലെങ്കിൽ മജാദുൻ ഉർഫി എന്ന് പറയാം. വഫിൽ ഖാസി, ഇനി ഖാസിൽ ഇങ്ങനെ വരാലോ. ഖാസിൽ എങ്ങനെ പറയാം? ലുഗവിയായ ഹഖീഖത്തുൻ ഖാസിലും വരാം. അതുപോലെ തന്നെ മജാസിയായിരിക്കുന്ന ഉർഫി ഖാസ് എന്ന് പറയാം. ഇങ്ങനെ അക്സ് കൊണ്ടും അങ്ങനെ പറയാൻ പറ്റും. അല്ലെ ഹഖീഖത്തുൻ സറഈയ മജാസ്, അങ്ങനെ ഹഖീഖത്തുൻ സറഈയ അല്ലെങ്കിൽ ലുഗവി മജാസ് ഉർഫിയ, ഉർഫിയായ ഹഖീഖത്ത് അല്ലെങ്കിൽ ലുഗവിയായ മജാസ്, ഇങ്ങനെയൊക്കെ അക്സ് കൊണ്ടും എന്താക്കാം ഖാസിൽ പറയാം. വയംതനി കൗനു ഹഖീഖത്തൻ വ മജാസൻ ബിഇതിബാരിൻ വാഹിദിൻ, ഒരൊറ്റ പരിഗണന വെച്ചുകൊണ്ട് മജാസും ഹഖീഖത്തും കൂടി എന്താ രണ്ടും ഒരുമിച്ചുണ്ടാവുക, അങ്ങനെ പദമാവുക എന്നുള്ളത് മുംതനി ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ രണ്ട് വാലികളാണ്, വന്നത് ചെയ്ത രണ്ട് വാലികളാണ്. ഇവിടെ ഒറ്റ ഇത്തിബാർ വെച്ച് രണ്ടാക്കാൻ പറ്റൂല. എന്താ കാരണം? ലിത്തനാഫി ബൈനൽ വളഇ ഇബ്തിദാഅൻ വ സാനിയൻ, തുടക്കത്തിലും രണ്ടാമതിലും അതിനെ വലത് ചെയ്തതിൽ വൈരുദ്ധ്യം ഉണ്ടായത് കൊണ്ട്. അതന്നെയാണ് കാരണം. എങ്ങനെ വൈരുദ്ധ്യം വരിക? ഇതില്ല യസ്ദുഖു അന്നൽ ലഫ്ൽ മുസ്തഅമല ഫീ മഅനൻ മൗളൂഇൻ ലഹു യദ്ർ ഇബ്തിദാഅൻ വ സാനിയൻ, രണ്ടാമതായിട്ടും തുടക്കമായിട്ടും ഏതൊരു മായനാക്കാണോ ഈ പദത്തിന് ഉപയോഗിക്കപ്പെട്ടത്, അങ്ങനെ വെക്കപ്പെട്ടത് ഒരർത്ഥത്തിൽ ഇബ്തിദാവും സാനിയുമായി കൊണ്ട് ഒരു പദത്തെ ഉപയോഗിക്കപ്പെടുക എന്നുള്ള സാധ്യമാവുക ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ടൂടൊപ്പം നടക്കൂലല്ലോ. രണ്ട് ഇത്തിബാറാണ് ഈ കുഴപ്പമില്ല. ഇത് ഒറ്റ ഇത്തിബാർ വെച്ചിട്ട് പറയാൻ പറ്റൂല. ഒരൊറ്റ വാളയിൽ നിന്ന് ഒരൊറ്റ വാള് പരിഗണിക്കാം, എന്നിട്ട് മജാസ് ഹഖീഖത്ത് ഉണ്ടാക്കാൻ പറ്റൂല. ഇനി വൽ അമ്രാനി, രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഹഖീഖത്തു വൽ മജാസ്, ഹഖീഖത്തും മജാസും മുത്തനാഫിയാനി, അത് രണ്ടും എതിരാകുന്നതാണ്. അനിൽ ലഫ്ദ്, ലഫ്ദിനെ തൊട്ട് മുത്തനാഫിയാണ്, ഇല്ലാതെയാകുന്നതാണ്. എതിരല്ല, ഇല്ലാതെയാകുന്നതാണ്. ഹഖീഖത്ത് എന്നോ മജാസ് എന്നോ ആ ലഫ്ദിനെ പറ്റി ഉണ്ടാവില്ല, രണ്ടും ഇല്ലാത്തതായിരിക്കും. അവരുടെ ഇസ്തിഅമാലി, ഉപയോഗിക്കുന്നതിനൊപ്പം ഏതൊരു മാനിൽ ഉപയോഗിക്കുമ്പോഴല്ലേ അത് ഹഖീഖത്താണോ മജാസാണോ തീരുമാനിക്കാൻ പറ്റാൻ. ഉപയോഗിക്കുന്നേ ഇല്ല. അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പദത്തെ കുറിച്ച് ഹഖീഖത്തായ ഒരു മാനുണ്ടെന്നോ മജാസിയ ഒരു മാനുണ്ടെന്നോ ഇല്ല, ആ രണ്ടും ഇല്ലാത്തതാണ്. കാരണം അന്നകു നിശ്ചയമായിട്ടും ഈ പദം മൗഖൂദും അതിനെ പിടിക്കപ്പെടുന്നതാണല്ലോ. ഫി അദ്ദിഹിമ, ഈ പറയുന്ന ഹഖീഖത്ത് മജാസ് എന്നതിന്റെ അദ്ദിലായിട്ട് പിടിക്കപ്പെടുന്നതാണല്ലോ ഈ ലഫ്ദിനെ. ഫൈദന്തഫ, അങ്ങനെ ആ ലഫ്ദിനെ പിടിക്കപ്പെടൽ ഇല്ലാതെയായാൽ ഇന്തഫയ, അപ്പൊ പിന്നെ ഹഖീഖത്തും ഇല്ല മജാസും ഇല്ല എന്ന് പറയാം. സുമ്മ ഹുവ, ഇസ്തിമാലിന്റെ മുമ്പ് മുന്തഫിയാണ്. കാരണം ഈ അന്നോ ഈ ഇസ്തിമാൽ എന്ന് പറയുന്നത് എന്താ? മൗഖൂദും ബി അദ്ദിഹിമ, ഹഖീഖത്ത് മജാസ് എന്നീ രണ്ടിന്റെ അദ്ദിൽ ഉപയോഗിക്കപ്പെടുന്ന പിടിക്കപ്പെടുന്നതാണ് ഇസ്തിമാൽ. ഇസ്തിമാലില്ലെങ്കിൽ പിന്നെ രണ്ടും ഇല്ല എന്ന് പറയാലോ. സുമ്മ ഹുവ, പിന്നീട് അത്, പിന്നെ അത് പറഞ്ഞ ഹുവയ ലഫ്ള്, ഏത് മുത്തനാഫിയാനിയായ ലഫ്ള് മഅ്മൂലൻ, അതിനെ ചുമത്തപ്പെടുന്നതാണ് അലാ ഉറുഫിൽ മുഖാത്തിബി, ഖിതാബ് നടത്തുന്ന ആളുടെ ഉറുഫ് അനുസരിച്ച്. തായിന് ഗസ്റുൽ മുഖാത്തിബ് എന്ന് വായിക്കാം.
മുഖാത്തിബുടെ ആരൊക്കെയാവൻ ഷാരിഇ ഔ അഹ്ലുൽ ഉർഫി ഔ ലുഅത്ത്, ഈ മൂന്നിലൊരാളായിരിക്കാം മുഖാത്തിബ്. പിന്നെ ആ ലഫ്ള് വരിക മുഖാത്തിബിന്റെ ഉറുഫ് അനുസരിച്ച് ചുമത്തപ്പെടും. ഫഫീ ഖിതാബി ശർഇ, അപ്പൊ ശർഇന്റെ ഖിതാബിൽ അൽ മഅമൂലു അലൈഹി, അപ്പോൾ മഅമൂലു അലൈഹി ആയത് അൽ മഅന ശർഇ, അത് ശർഇയായ മഅനയായിരിക്കും. അപ്പൊ ശർഇ ഖിതാബ് ചെയ്തിട്ട് വന്നതാണെങ്കിൽ അവിടുത്തെ മഅമൂലു അലൈഹി മഅന ശർഇയായ മഅനയായിരിക്കും. എന്തുകൊണ്ട്? ഈ അന്നഹു, നിശ്ചയമായിട്ടും ശർഇ ഉർഫുഹു, അത് ശർഇന്റെ ഉർഫാണ്. അതുകൊണ്ട് തന്നെ അതില് അന്ന ശർഇയ, കാരണം ശർഇയെ ഉർഫു ശർഇ, ശർഇന്റെ ഉർഫ് തന്നെയാണ് ശർഇ. അതുകൊണ്ടാണ് ശർഇയായ മഅന എന്ന് പറഞ്ഞത്. കാരണം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ശർഇന്റെ ഉർഫാന്ന് പറയാൻ കാരണം നബി തങ്ങൾ നബിയെ നിയോഗിക്കപ്പെട്ടത് ഈ ബയാനി ശർഇയാത്തി, ശർഇയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ വരുമ്പോൾ ശർഇന്റെ ഉർഫ് തന്നെയല്ല ഉണ്ടാവുക. അങ്ങനെയാണ്. സുമ്മ ഇദാലം യകുൻ മഅനൻ ശർഇയ്യൻ, ഇനി ശർഇയായ ഒരു മഅന ഉണ്ടായിട്ടില്ല എങ്കിൽ, അങ്ങനെ ശർഇയായ ഒരു മഅന ഇല്ല, അല്ലെങ്കിൽ ലൗകാന ശർഇയായ ഒരു മഅന ഉണ്ട്, വസ്വറഫ അൻഹു, ആ ശർഇയായ മഅനയെ തൊട്ട് തിരിച്ചു വിട്ടു, സ്വാരിഫു എന്തോ തിരിക്കുന്നൊന്ന് ശർഇയായ മഅന തൊട്ട് തിരിച്ചു വിട്ടു, ഈ രണ്ടാണ് നിലപാടിൽ വരം ഇങ്ങനെ വന്നാൽ, അപ്പൊ പിന്നെ ആ ലഫ്ളിന്റെ മഅമൂലു അലൈഹി മഅന ഏതായിരിക്കും? ഫൽ മഅമൂലു അലൈഹി, അപ്പോൾ ഏതൊന്നിന്റെ മേലാണോ ആ ലഫ്ളിന് ചുമത്തപ്പെടുന്നത്, അങ്ങനെ ചുമത്തപ്പെട്ട മഅമൂലു അലൈഹി അൽ മഅനൽ ഉർഫിയുൽ ആം. അപ്പൊ ഏതൊരു ഇതിന്റെ മേലാണോ ചുമത്തപ്പെട്ടതെങ്കിൽ ആ ചുമത്തപ്പെട്ടതാകുന്നത് അത് ഉർഫ് ആമിയായ മഅനയായിട്ട് വരും. അതായത് അല്ലദി യതആറഫു ജമീഉന്നാസ്, ഉർഫി ആമി എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും അതറിയും. അങ്ങനത്തെ ഒരു മഅനയായിട്ട് വരും അൽഫുദ്. അതെങ്ങനെ? യകൂന മുതആറഫൻ ജമനൽ ഖിതാബി, ഖിതാബിന്റെ അതേ സമയത്ത് തന്നെ അതെന്താകുക? മുതആറഫൻ, അറിയപ്പെടുന്നതാവുക. വസ്തമറ, അതങ്ങനെ നിലകൃതിയുമാവുക. അതുകൊണ്ട് തന്നെ ഉർഫി ആമി ആയിട്ട് എല്ലാവർക്കും അറിയാന്ന് പറയാൻ കാരണം കാലലി അന്നല്ലാഹിറ, ലാഹിർ ഇറാദത്തുഹു, അതാണല്ലോ ഉദ്ദേശിക്കല്. എന്താണ് അങ്ങനെ ഉർഫിയാമാണ് ഉദ്ദേശിക്കാന്ന് പറയാൻ കാരണം ലി തബാദുരിഹി ഇലൽ അദ്ഹാനി, ഹൃദയങ്ങളിലേക്ക് വേഗത്തിൽ ഉളരുക, അതാണ്. അതുകൊണ്ടാണ് ഉർഫിയാമി ആയിരിക്കും. അങ്ങനെ വരുമ്പോ അതിന്റെ മഅമൂലു അലൈഹി മഅന. അത് കഴിഞ്ഞ് സുമ്മ ഇദാലം യകുൻ മഅനൻ ഉർഫിയുൻ ആം, ഉർഫിയാമി ആയ ഒരു മഅന ഇല്ല. ഇനി ആമുൻ ഉർഫായ ഒരു ഉർഫിയായ ആമായ ഒരു മഅന ഇല്ല. അല്ലെങ്കിൽ ലൗ കാന ലഫ്ളിന് ഈ പറഞ്ഞ പോലെ ഒരു ആമായ ഉർഫിയ മഅന ഉണ്ട്, വസ്വറഫ അൻഹു സാരിഫുൻ, അതിനെ തിരിക്കുന്നത് എന്തോ തിരിച്ചു വിട്ടു, ഇങ്ങനെ വന്നാൽ പിന്നെ ഏത് മഅനയാണ് നോക്കുക? ഫൽ മഅമൂലു അലൈഹി, അപ്പോൾ മഅമൂലു അലൈഹി ആയത് അൽ മഅനൽ ലുഗവിയു, അപ്പോൾ ലുഗവിയായ മഅനയായിരിക്കും. അപ്പൊ ഇസ്തിമാലിന്റെ മുമ്പ് ഈ പദത്തിന് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ തീരുമാനിക്കൽ ഉർഫ് ശർഇയ നിലക്കാണെങ്കിൽ ശർഇയായി വരും മഅന, അത് വിട്ടാ ഉർഫിയാവ്, അതില്ലെങ്കിൽ പിന്നെ ലുഗവിയായിരിക്കും. എന്തുകൊണ്ട്? തഅയ്യുനിഹി ഇതിൻ, അങ്ങനെ വരുമ്പോ ആ സമയത്ത് അത് തഅയ്യിനാണ്, വ്യക്തമായതിന് വേണ്ടി. അപ്പൊ ഈ പറഞ്ഞീന് നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാം? അന്നമാ ഒന്ന് ലഹു, അതിനുണ്ടൊരു ലഫ്ള്, ആ ലഫ്ളിനുണ്ട് മഅൽ മഅന ശർഇ, ശർഇയായ ഒരു മഅനയോടുകൂടെ അതെന്തുണ്ട്? മഅനൻ ഉർഫിയുൻ ആമുൻ, ആമായ ഉർഫിയായ ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഔ മഅനൻ ലുഗവിയ്യൻ, ലുഗവിയായ ഒരു മഅനയുണ്ട്. അല്ലെങ്കിൽ ഔ ഹുമ, രണ്ടും കൂടെയുണ്ട്. അങ്ങനെ വരാതെ, അങ്ങനെ വരുന്ന ഒന്ന് യുഹ്മലു, ആ പദത്തെ എന്താക്കാ? ചുമത്തപ്പെടാം. അവൽ, ആദ്യമായിട്ട് ചുമത്തുക. അല ശർഇ, ശർഇന്റെ പേര് ചുമത്തപ്പെടുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരികയാണെങ്കിൽ ശർഇന്റെ പേര് ചുമത്തപ്പെടുക എന്ന് മനസ്സിലാക്കാം. അന്നമാ ലഹു മഅനൻ ഉർഫിയുൻ ആമുൻ, ആമുർഫിയായ ഒരു മഅനയാണ് ഒരു പദത്തിന് നോക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ മഅനൻ ലുഗവിയായ മഅനയും ഉണ്ട്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യണം? യുഹ്മലു, ചുമത്തപ്പെടുക. അവൻ ആദ്യം
അൽ ഉർഫിയിൽ ആം, ഉർഫിയാമിയുടെ മേലാണ് ചുമത്തുക. അതില്ലെങ്കിൽ പിന്നെ ലൊഹവിയായും അങ്ങനെ കഴിയും ചെയ്തല്ലോ, എന്നാൽ ലാസ്റ്റ് അതേ വരുള്ളൂ. ഇങ്ങനെയാണ് ഇസ്തിമാലിന് മുമ്പുള്ള രണ്ടും ഇല്ലാത്ത ലഫ്ദിന്റെ കോലം. അപ്പൊ കാലൽ ഗസാലിയും ആമുദിയും, ഇമാം ഗസാലിയും ആമുദിയും മാമും പറയുന്നു, ഫീമ ഒരു ലഫ്ദില് ലഹു അതിനുണ്ട് മഅനൻ ശർഈയ്യുൻ വ മഅനൻ ലുഗവിയ്യുൻ, ലുഗവിയായ മാനിയുണ്ട്, ശർഈയായ മാനിയുമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ കാര്യത്തിൽ ഗസാലി ഇമാമും ആമുദി ഇമാം പറഞ്ഞിരിക്കുന്നത് മഹ്മിലുഹു അതിനെ ചുമത്തേണ്ടത്, അതിന്റെ മഹ്മില് വരിക, അതിന്റെ ചുമത്തല് ബിൽ ഇസ്ബാത്തി മുസ്ബത്തിൽ എന്താവും അശ്ശറഈയ്യു ശർഈയാണ്. വഫ്ഖ മാ തഖദ്ദമ മുമ്പ് പറഞ്ഞ ഒന്നിനോട് യോജിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇസ്ബാത്തിൽ അങ്ങനെ ശർഈയായിട്ട് വരും. വഫിൻ നഫി, നഫിയിൽ എന്താന്നുള്ളത് പറയാം. വ ഇബാറത്തുഹുമാ, ഗസാലി ഇമാമിന്റെയും ആമുദി ഇമാമിന്റെയും ഇബാറത്ത് ഇവിടെ കാണുക അന്നഹി, നഹി എന്ന കാണും. പിന്നെ നഫി എന്നുള്ളടത്ത് നഹി എന്നാ പറയുന്നത്. അതല മുസന്നിബ് തെറ്റി ഇവിടെ, അൻഹു നഹി എന്നതിനെ തൊട്ട് തെറ്റി. മാ ഇറാദത്തിഹി, നഹിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തോടൊപ്പം തന്നെ നഹിയെ തൊട്ട് നഫി എന്നുള്ള ഇബാറത്തോടെ ഇട്ടു. അതെന്താ, ഈ മുനാസബത്തിൽ ഇസ്ബാത്തി, അത് ഇസ്ബാത്ത് എന്ന് പറഞ്ഞപ്പോ മുസ്ബത്ത് മംഫി ഇസ്ബാത്ത് നഫി ഇങ്ങനെയല്ലേ പറയാം, ആ നിലക്ക് നോക്കിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇസ്ബാത്തിൽ ശർഈയും നഹിയിൽ എന്ത് പറയാം, അവിടെ അഭിപ്രായമുണ്ട്. ഖാലൽ ഗസാലിയും, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു ആ പദത്തെ കുറിച്ച് നഹിയില് അഥവാ നഹിയില് അല്ലഫുള്ളു, ആ ലഫ്ള് മുജ്മലാണ് എന്ന് പറയുന്നു. മുജ്മല എന്ന് പറഞ്ഞാൽ അയിലം യത്തദിൽ മുറാദ് മിന്നു, എന്താണ് ആ ലഫ്ളിൽ നിന്നും ഉദ്ദേശിക്കപ്പെടുക എന്ന് വ്യക്തമല്ല നഹിയിലാവുമ്പോൾ. മുസ്ബത്തിലാവുമ്പോൾ ശർഈ വെച്ച് കഴിഞ്ഞു. അങ്ങനെ വ്യക്തമല്ല എന്ന് പറയാൻ കാരണം, മുജ്മലാണെന്ന് പറയാൻ കാരണം, ഇതില്ലാ യുംകിനു ഹംലുഹു അല ശർഈ, ഒരു ശർഈയായ മാനന്റെ മേലിൽ ഈ പറയുന്ന ലഫ്ളിനെ ചുമത്താൻ പറ്റൂല. എന്തുകൊണ്ട്? ലി വുജൂദി നഹി, അവിടെ നഹി ഉണ്ട്. നഹി ഉണ്ടാവുമ്പോൾ പിന്നെ ശർഈയായ മാനനെ വെക്കാൻ പറ്റൂല. പിന്നെ പറയേണ്ടത് ലുഗവിയ, വലാലൽ ലുഗവിയ്യി, എന്നാൽ ലുഗവിയുടെ മേലിൽ അവന് ചുമത്താൻ പറ്റൂല. കാരണം ഈ അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയ നബി തങ്ങള് മുഈസ നബിയെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ലി ബയാനി ശർഈയാത്തി, ശർഈയായ കാര്യം വിശദീകരിക്കാൻ വേണ്ടിയാണ്, ലുഗവിയല്ല. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യം അതിൽ വരുന്നു. അതുകൊണ്ടാണ് അതിന് മുജ്മൽ എന്ന് പേര് വെച്ചത് തന്നെ. എന്നാൽ വഖാലൽ ആമുദിയു, അവിടെ പറയുന്നത് ആമുദി ഇമാമിന് പറയാനുള്ളത് നഹീല് മഹ്മിലുഹു, ആ ലഫ്ളിന്റെ മഹ്മില് വരിക, അതിന്റെ മാന മഹ്മൂലായ മാന അൽ ലുഗവിയു, ലുഗവിയായിരുന്നു എന്നാണ്. എന്താ ലുഗവി എന്ന് പറയാൻ കാരണം, ലിതഅദ്ദുരി ശർഈ ബിൻ നഹി, അവിടെ നെഹി ഉണ്ടായത് കൊണ്ട് ശർഈയായ മാന വെക്കാൻ വയ്യ. അപ്പൊ നെഹി കൊണ്ട് ശർഈയായ മാന തടസ്സം വന്നു, ബുദ്ധിമുട്ടായത് കൊണ്ട് ലുഗവിയാണ് എന്ന് പറയുന്നത്. ഫൗജീബ, ഇങ്ങനെ ആമുദിമാൻ പറഞ്ഞെങ്കിലും അതിന് മറുപടി ബി അന്നൽ മുറാദ ബി ശർഈ, ഇവിടെ ശർഈ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ യുസമ്മ ശർഅൻ, ശർഇൽ പറയാൻ പറ്റുന്ന ഒന്ന്. എന്തുകൊണ്ട്? ബിദാലിക്കൽ ഇസ്മി, ശർഈ എന്നതുകൊണ്ട് ശർഇൽ അതിന് വരാൻ പറ്റും. അങ്ങനത്തെ ഒന്നിന്റെ ഉദ്ദേശമുള്ളൂ. സ്വഹീഹൻ കാനോ ഫാസിദൻ, ആ ഒരു കാര്യം ശരിയാണോ ഫസാദാണോ നോക്കണ്ട, എന്തായാലും വേണ്ടില്ല അതിന് ശർഈ എന്ന് പറയാൻ പറ്റുമല്ലേന്നാ, അതാ നോക്കുക. അങ്ങനെ പറ്റുന്ന ഒന്നിനെ ശർഇനോട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ നഹി വന്നിട്ട് ശർഇ ഉപയോഗിക്കാൻ പ്രയാസം ലോഹ്യൊന്നും വെക്കണ്ട. യുഖാലു, പറയപ്പെടും എന്ത്, സൗമുൻ സഹീഹുൻ, സൗമും ഫാസിദ് എന്ന് പറയില്ലേ. അപ്പൊ ആ നിലക്ക് ശർഈ ആയിക്കൂടെ, ഫസാദ് ആയിക്കോട്ടെ സഹീഹ് ആയിക്കോട്ടെ. അപ്പൊ സോമുൻ സഹീഹ് എന്ന് പറയാം, സോമും ഫാസിദ് എന്ന് പറഞ്ഞൂടെ എന്ന് പറയാം. അങ്ങനെയാണ്. വലം യദുക്റ, എന്നാൽ ആമുദി ഇമാമും ഗസാലി ഇമാം ഈ രണ്ട് ഇമാമിൽ പറഞ്ഞിട്ടില്ല. വൈറ ഹാദൽ ഖിസ്മി, ഈ ഒരു ഓഹരി അല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഈ ഒരു ഓഹരി മാത്രമേ അവർ പറയുന്നുള്ളൂ.
അതായത് ശറയ്യ മാന ലഗവിയായ മാന, മറ്റുള്ളത് വേണ്ടിയിട്ടുമില്ല. ഇനി നമുക്ക് ഇസ്ബാത്തിന്റെ ഉദാഹരണത്തിലേക്ക് വരാം. മിസാലുൽ ഇസ്ബാത്തി, ഇസ്ബാത്തിന്റെ ഉദാഹരണം. മിൻഹു, ആ ഓഹരിയിൽ നിന്ന് ഇസ്ബാത്തിന്റെ ഉദാഹരണം, ആ ഓഹരിയിൽപ്പെട്ടതാണ് എന്ത്? ഹദീസു, അല്ലെങ്കിൽ ആ ഓഹരിയിൽ നിന്നും ഇസ്ബാത്തിന്റെ ഉദാഹരണം ഹദീസ് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരെ തൊട്ട്? അൻ ആയിഷത്ത, ആയിഷ ബീവിയെ തൊട്ട്. കാലത്ത് മഹദി പറയുന്നു, ദഖല അലയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം നബി എൻ്റെ അടുത്ത് പ്രവേശിച്ചു. എന്നിട്ട് വഖാല ഹൽ ഇൻദകും ഷൈഉൻ, ചോദിച്ചു, നിങ്ങളടുക്കൽ വല്ലതുണ്ടോ എന്നാ ചോദിച്ചത്. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ലാ, ഇല്ല അത് പറഞ്ഞു. അപ്പൊ കാല നബി തങ്ങൾ പറയാണ് ഇന്നീ, അപ്പോൾ നിശ്ചയം ഞാൻ ഈ സമയം മുതൽ സായിമു, നോമ്പുകാരനാണെന്ന് നബി പറഞ്ഞു. ഇവിടെ സായിമു നബി തങ്ങൾ ഉപയോഗിച്ച ഈ പദത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. ഇതിനെ സെറയ്യായ ഒരു മായനയുടെ മേലിൽ എന്താക്കാം? ഉപയോഗപ്പെടുത്താം. ഇവിടെ നബി തങ്ങൾ പറഞ്ഞത് ലോബിയായ ഒരു മായനല്ല, സെറയ്യായ ഒരു മായന. അപ്പൊ യുഹമ്മലു, അപ്പൊ ഈ സായിമുൻ എന്നതിന് സുമത്തപ്പെടും അലസവും സെറയ്യായ ഒരു മായനയുടെ മേലിലാണ് സുമത്തപ്പെടുക. അങ്ങനെ വരുമ്പോ ഇപ്പൊ യുഫീദു സിഖത്തവും, അപ്പൊ ആ നോമ്പ് ശരിയാവല്ല മനസ്സിലാക്കി തരും ചെയ്യും. ബഹുവ, ആ നോമ്പ് നഫലും സുന്നത്താണ്. എന്തുകൊണ്ട്? ഇത് നീയത്തിൻ മിനൻ നഹാരി, പകരിൽ തന്നെ നീയത്ത് വെച്ചാൽ ശരിയാവുന്നതാണ് ഈ നോമ്പ്. സുന്നത്തായ നോമ്പിന് ഉച്ചക്ക് മുമ്പായിട്ട് പകലിന് വെക്കാം. നോമ്പ് മുറിക്കുന്ന കാര്യമൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സുന്നത്തായ നോമ്പിന് ഉച്ചക്ക് മുമ്പായിട്ട് നേരത്തെ വെക്കാറുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ ഈ സായം എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പൊ മുതൽ ഞാൻ എന്താണ് നോമ്പുകാരെന്ന് പറഞ്ഞാൽ അവിടെ നീ ഭക്ഷണം കഴിക്കാനും പാടുന്നിട്ടില്ലേനും. അപ്പൊ നബി തങ്ങൾ നീയത്ത് വെച്ച് നോമ്പ് നോക്കും. അങ്ങനെ നോമ്പ് നോക്കുന്നതിന് കുഴപ്പമില്ല. ഈ ശറയ്യായ നോമ്പാണ് ഈ സായിമുടെ ഉദ്ദേശം. ഈ മിസാലിൻ നെഹി മിൻഹു, ആ ഓഹരിയിൽ നിന്ന് നെഹിക്കുള്ള ഉദാഹരണം ഹദീസു സ്വഹീഹൈനി, ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയം നബി തങ്ങൾ തടഞ്ഞു അൻ സിയാമി യൗമൈനി, 2 ദിവസം നോമ്പ് വെൽക്കലിനെ തൊട്ട്. അഥവാ യോമിൽ ഫിത്രി വ യൗമിൻ നഹരി, വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ, ഈ 2 ദിവസത്തെ നോമ്പ് വെൽക്കാൻ പാടില്ല. ഇതിപ്പോ നബി തങ്ങൾ നെഹി ചെയ്ത ഹദീസ്. അപ്പൊ നെഹിയിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ സിയാമുണ്ട്. ഈ സിയാമിന് നമുക്ക് എന്ത് വെക്കാം? ഇവിടെ ഈ സിയാമിന് ഇന്ന മാനയാണെന്ന് വ്യക്തമല്ലാതെ പറയുന്നത്. ഇത് നെഹിയല്ലേ? അപ്പൊ നെഹിയാമോ വസാലിമ എന്നാണ് പറയുന്നത്. അത് മുജ്മലാണ്. ഏത് മാനയാണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ല. ആമുദിമാൻ പറഞ്ഞ ലഹുവിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ള നോമ്പ് ഭേദം ഫസാദായ നോമ്പല്ലേ. അന്ന് നോമ്പ് നോറ്റ ഫസാദാണ്. അപ്പോ അതായത് സെറയ്യായ നോമ്പ് തന്നെയാണ് പറഞ്ഞത്. ആ സെറയ്യായ നോമ്പ് പാടില്ല എന്നാണ് പറഞ്ഞത്. അവിടെ സെറയ്യായ മാൻ ഉദ്ദേശിക്കാം. എന്തുകൊണ്ട്? സെറയ്യെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് സെറയ്യെന്ന് പറ്റുമല്ലോ, നോമ്പ് മാറ്റാൻ ശരിയാവില്ലെങ്കിലും. അന്ന് അതിന് മറുപടി ഉണ്ടല്ലോ. ഈ മബുയാസിൽ മുജ്മലിനെ ചർച്ച ചെയ്യുന്നിടത്ത് വരുന്നുണ്ട് ഖിലാഫുൻ, അഭിപ്രായം, ഫീ തഖ്ദീമിൽ മജാജി സറഈ അലൽ മുസമ്മ ലഗവി, ലഗവിയായ മുസമ്മയേക്കാൾ സറഈയായ മജാസിനെ മുന്തിക്കുക എന്നതിൽ ഖിലാഫ് ഉണ്ട്. അത്തരമൊരു ഖിലാഫ് മുജ്മലിൽ വരുന്നുണ്ട്. അവിടെ നോക്കാൻ എന്താ മുജ്മലൊക്കെ എന്നുള്ളത്. വഫീ തആറുദിൽ മജാജിർ റാജിഹി വൽ ഹഖീഖത്തിൽ മർജൂഹത്തി അഖ്വാൽ, അതാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഇനി നമുക്ക് നാളെ അതിൽ തുടരാം.